ഹലോ ഗായ്സ്, അപ്പം നമ്മളെ ചക്കരക്കുട്ടീൻ്റെ കുഞ്ഞുവാവയ്ക്ക് 8ാം മാസം തന്നെ പുറത്ത് പോരണമെന്ന്. അപ്പോൾ ചക്കരക്കുട്ടി പറഞ്ഞേ 8ൽ പോരണ്ടോ ഞാവേ 1.5 മാസത്തെ വളർച്ചയും കൂടി ഉണ്ടെന്നിട്ട് പോന്നാൽ മതിയെന്ന് തക്കുടൂനോട് കേട്ടോ. അപ്പോൾ തക്കുടൂന് വളർച്ച പൂർത്തിയായിട്ട് പോരാനുള്ള മരുന്നൊക്കെ കൊടുത്ത് EMC എടവണ്ണ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലെ എൻ്റെ കുട്ടീനെ ലേബർ റൂമിലേക്ക് കൊണ്ടുപോയപ്പോൾ എൻ്റെ മനസ്സിലുള്ളൊരു ടെൻഷൻ, എല്ലാ കുട്ടികളെ മാതിരിയാണെങ്കിൽ എല്ലാം ചോദിക്കും. ഞാൻ കട്ടിൽമ വരെ എൻ്റെ കുട്ടി വീഴുമെന്ന് പോയി വെക്കും, അരുവിൽ മാത്രമേ കിടക്കുള്ളൂ. പിന്നെ വെള്ളം വേണമെങ്കിൽ അവൾ ആരോടും ചോദിക്കൂല, എന്നോട് മാത്രം എൻ്റെ കുട്ടി സംസാരിക്കുള്ളൂ. പിന്നെ വീട്ടിലുള്ളവരോടും കാര്യത്തിന് മാത്രം സംസാരിക്കുള്ളൂ. എന്നോട് എല്ലാതും പറയട്ടോ. അതുമാതിരി തന്നെ ടോയ്ലറ്റിൽ പോകാണ്ടെങ്കിൽ ഓളും ഉണ്ടില്ല. അപ്പോൾ ഞാൻ സിസ്റ്ററോട് ചെന്ന് ചോദിച്ചു, ഞാനും വരട്ടെ സിസ്റ്ററെ ഉള്ളിലേക്ക് ചോദിച്ചിട്ടോ. അപ്പോൾ സിസ്റ്റർ അങ്ങോട്ട് വരാൻ പറ്റൂല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അനുഭവിച്ചൊരു മാനസികാവസ്ഥ, അപ്പം അങ്ങനത്തെ കുട്ടികളുള്ളവർക്കൊക്കെ എത്രയോ ടെൻഷനാണെന്ന് അറിയില്ല കേട്ടോ. ഇന്ന് രാവിലെ ഞാൻ നീച്ചിട്ട് പുറത്തേക്ക് നോക്കിയപ്പോൾ ഓരോ വണ്ടികൾ ജനങ്ങളങ്ങനെ പോകണു. പക്ഷേ ഞാൻ വിചാരിച്ചു ഞാൻ ഈ ലോകത്ത് തന്നെ ആയിരുന്നു, കാരണം അത്ര ടെൻഷനാണ് ഇന്നലെ അനുഭവിച്ചു. അപ്പോൾ ചക്കരക്കുട്ടീൻ്റെ തക്കുടുവായ്ക്കും ചക്കയ്ക്കും വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം ഗായ്സ്. നല്ല ആരോഗ്യത്തോടൊരു കുഞ്ഞിനെ അവൾക്ക് ജന്മം നൽകാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് എല്ലാവരും പ്രാർത്ഥിക്കണം. അപ്പോൾ 1.5 മാസം കൂടി ഉണ്ട് കേട്ടോ ചക്കരക്കുട്ടിക്ക് പ്രസവിക്കാനും കുട്ടിക്ക് വളർച്ച പൂർത്തിയാവാനും. അപ്പോൾ ഞാൻ ഓരോരോ സിസ്റ്റർമാർ വരുമ്പോൾ അവരെ കണ്ണിലേക്ക് ദയനീയമായിട്ട് നോക്കൂ കേട്ടോ. എൻ്റെ മോളവസ്ഥ എന്താണെന്ന് അറിയണം. അപ്പോൾ പല സിസ്റ്റർമാരും പല സ്വഭാവങ്ങളാണ്. എന്നാലും ഞങ്ങൾക്ക് ഇവിടുന്ന് വലിയ ബുദ്ധിമുട്ടുകളൊന്നും നേരിടേണ്ടി വന്നിട്ടില്ല. എൻ്റെ കുട്ടീനോട് നല്ല സ്നേഹത്തോടെ പെരുമാറുന്ന ഡോക്ടർമാരൊക്കെയാണ് ഞാൻ കണ്ടത്. അതുകൊണ്ട് എനിക്ക് കുറേയൊക്കെ സമാധാനം. എങ്കിലും ഞാൻ അനുഭവിക്കുന്ന ടെൻഷൻ എനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക. ചക്കരക്കുട്ടീൻ്റെ മുഖമൊക്കെ ഞാൻ കുഞ്ഞുമാവേൻ്റെ ഒപ്പം കാണിച്ചു തരാം. 1.5 മാസം കൂടി കഴിഞ്ഞാലും. ഓക്കെ, ബൈ.